തീർച്ചയായിട്ടും ഷിപ്പിയാർ ശിവശങ്കർ ബി.ജെ.പി വക്താവ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഷിപ്പിയാർ ശിവശങ്കർ, എന്തായാലും പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തന്നെയാണ്. കോടതി ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളതുകൊണ്ട് കർഷകർ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമിതിയോട് സഹകരിക്കാനും അവർ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ എടുത്തിട്ടുള്ള നയപരമായ തീരുമാനമാണിത്. സർക്കാർ ഇക്കാര്യത്തിൽ കർഷകരോട് ഉറപ്പ് നൽകുക, കർഷകർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാർ എടുക്കുക, ഇതല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. അഭിലാഷ്, എനിക്ക് ഒന്ന് ഇത് ഈ ചർച്ചയ്ക്ക് മുൻപ് തന്നെ സുപ്രീം കോടതി വിധി മാക്സ് ഫിക്സിംഗ് ആണ് എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ ഭാഗമാകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അല്ല, എന്നാരും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കണം. ഒരു വിഷയത്തിന്റെ പല വശങ്ങൾ ചൂണ്ടിക്കാണിക്കണമല്ലോ. അങ്ങനെയൊന്നും ഇവിടെ ആരും സ്ഥാപിച്ചില്ല. എനിക്കതിനെ യോജിപ്പില്ല. ഞാൻ അതിന് യോജിപ്പില്ല. ആരോടാ അഭിലാഷ് ഈ വർത്താനം പറയും? ഞാൻ ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഹാരിസ് ബീരാൻ പറഞ്ഞത് ഇതൊരു മാക്സ് ഫിക്സിംഗ് ആണ് തന്നെയാണ്. ഇന്ത്യയിലെ ലോ ഓഫ് ദ ലാൻഡ്, ഏറ്റവും വലിയ സുപ്രീം കോടതി വിധിയുടെ ഒരു വിധിയെ, അതിനെ സ്വാഗതാർഹവും മറ്റുള്ളതൊക്കെ പറയട്ടെ, ഇതുവരെ നിങ്ങൾ ആ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ആ വിധിയെ മാക്സ് ഫിക്സിംഗ് ഒക്കെ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചർച്ചയിലെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല. കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെക്കല്ലേ കാതറിനെ. ഞാൻ അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസിയോ മീഡിയ വണ്ണിനെതിരോ ആകുന്നില്ല. താങ്കളുടെ ചാനലിന്റെ അവകാശത്തെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇതിപ്പോ ഏതെങ്കിലും ഒരു ചാനലിന്റെ അവകാശമല്ല. ഇങ്ങനെയുള്ള ധാരാളം ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എമ്പാടും നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ പല കാര്യങ്ങൾ പറഞ്ഞു പോകില്ലേ, അങ്ങനെ പറഞ്ഞതാണ്. അതല്ലാതെ സുപ്രീം കോടതി മാച്ച് ഫിക്സിംഗ് നടത്തിയതൊന്നും ഇവിടെ ആരും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഹാരിസ് ബീരാനും പറഞ്ഞിട്ടില്ല. കാത്തിരുന്ന് കാണണം, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഭിലാഷ്, ഞാൻ അദ്ദേഹത്തിന്റെ ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്തില്ലല്ലോ. അദ്ദേഹത്തിന് മാക്സ് ഫിക്സിംഗ് ആണ് ഈ സുപ്രീം കോടതി വിധി എന്ന് പറയുവാനുള്ള അവകാശം പോലെ തന്നെ ആ അവകാശം എനിക്കില്ല എന്ന് പറയാനും അതിൽ താല്പര്യമില്ല എന്ന് പറയാനുള്ള അവകാശമെങ്കിലും എനിക്കുണ്ട് എന്ന് പറയാനുള്ള അവകാശം താങ്കൾ ഈ ചർച്ചയിലെങ്കിലും എനിക്ക് തന്നെ. അത് ഒന്ന്. രണ്ട്, ഈ മാക്സ് ഫിക്സിംഗ് ആണെന്ന് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഒരു മാധ്യമ ഉപദേഷ്ടാവിന് അല്ലെങ്കിൽ ഒരു ഡിബേറ്ററെ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അതിലെന്ത് ചർച്ചയ്ക്ക് എന്ത് പ്രസക്തി? നിങ്ങൾക്ക് ഇന്ത്യയിലെ പാർലമെന്റിനെ വിശ്വാസമില്ല, പ്രസിഡന്റിനെ വിശ്വാസമില്ല, ഒരിടയ്ക്ക് ആർമിയിൽ വിശ്വാസമില്ല, ചിലപ്പോൾ സുപ്രീം കോടതിയിൽ വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിലും വിശ്വാസമില്ലെങ്കിൽ അതിനെ മാക്സ് ഫിക്സിംഗ് ആണ് എന്ന് പറയാനാണ് താല്പര്യമെങ്കിൽ താങ്കൾ അതിൽ കടിച്ചു തൂങ്ങാണ്. ഞാൻ പറഞ്ഞു ശിവശങ്കർ, ഇത് എന്റെ പട്ടിമുകളിൽ നടക്കുന്ന ചർച്ചകളുടെ പല ആംഗിളുകൾ ഇവിടെ. ഞാൻ ആ ചോദ്യം ശ്രീ ഹാരിസ് ബീരാനോട് ചോദിച്ചതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള കാര്യം കൂടി ആരോപിക്കപ്പെടുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. അല്ല, ഹാരിസ് ബീരാൻ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പിൻവലിക്കട്ടെ. അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ താങ്കൾക്ക് അതിന് ഇടപെടാമായിരുന്നല്ലോ. താങ്കൾ ഇടപെടാൻ അത്ര മോശമുള്ള ആളൊന്നുമല്ലല്ലോ. ഞങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും താങ്കൾ കൃത്യമായിട്ട് ഇടപെട്ട ചരിത്രം ഉണ്ടാക്കിയ ആളല്ലേ. അപ്പോ അത് താങ്കളും മൗനം കൊണ്ട് അതിനെ അംഗീകരിച്ചു എന്നല്ലേ ഞാൻ മനസ്സിലാക്കണ്ടേ? ഇതിനകത്ത് പല ആളുകൾക്ക് പല ആക്ഷേപങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവകാശമുണ്ടോ? എങ്ങനെ? എല്ലാവർക്കും സുപ്രീം കോടതിയുടെ ഓരോരോ ആവശ്യങ്ങളെയും മാക്സ് ഫിക്സിംഗ് ആണെന്ന് ചോദ്യം ചെയ്യാം. അത് ശരിയായില്ല എന്ന് പറയാം. അതിൽ ഞങ്ങൾക്ക് ചില മാച്ച് ഫിക്സിംഗ് ആണ് എന്നിവിടെ ആരും പറഞ്ഞില്ല. അങ്ങനെ പോലും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതും അങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്നതും രണ്ടും രണ്ടല്ലേ? നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? അല്ല, അത്തരത്തിലുള്ള വിഷയം വേണ്ടി നമുക്ക് ഒന്നും കൂടെ കോടതിയിലേക്ക് പോകാം. ഈ ചർച്ചയുടെ പിന്നെ ടേപ്പായിട്ട് കോടതി പോവാം. അവിടെ ചുമ്മാ പേടിപ്പിക്കല്ലേ ശ്രീ ശിവശങ്കർ. താങ്കൾ കോടതിയിലോ എവിടെ വേണമെങ്കിലും പോകൂ. ഒരു നിസ്സാരമായ വാക്ക് പിടിച്ച് ഇമ്മട്ടിൽ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് ഞാൻ കോടതിയിൽ പോകും, ടേപ്പ് കൊണ്ടുപോകും എന്നൊക്കെ പറയാൻ നിങ്ങൾ പോകണം. അതിലൊന്നും ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം പറയുമ്പോ അതിന്റെ മെറിറ്റിലല്ലേ സംസാരിക്കേണ്ടത്? അല്ല, അപ്പത്തേക്കും ഭയന്നോ? എന്ത് ഭയം? പൊക്കോളാനല്ലേ പറഞ്ഞത്? എന്ത് ഭയം? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും താങ്കൾ എന്തിനാ ഇത്രയേറെ ഭയവിക്കല്? ഇല്ലെന്നേ, പോകൂ എന്നാണ് പറഞ്ഞത്. പേടിയാ എനിക്കാ. എന്റെ അപ്പനപ്പന്മാർക്ക് പോലും പേടി എന്ന് പറയുന്നൊരു സാധനം. അല്ല, പോയപ്പോ കുറച്ചു ദിവസം പൂട്ടിയിട്ടല്ലോ. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ ചരിത്രം ഉണ്ടല്ലോ. എവിടെ പൂട്ടിയിട്ടു? അത് കോടതിയല്ല, നിങ്ങളുടെ സർക്കാരാണ്. എന്തിനാണ് പൂട്ടിയത്? RSSനെ വിമർശിച്ചതിനാണ് പൂട്ടിയത്. അതിനിപ്പോ എന്താ? ഞങ്ങൾ ഇനിയും വിമർശിക്കും, ഇനിയും പൂട്ടാം. നിങ്ങളല്ലേ ഭരിക്കുന്നത് രാജ്യം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അതെ, ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതൊക്കെ എന്തായാലും ഞാൻ മാക്സ് ഫിക്സിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള
ഒരു മാച്ച് ഫിക്സിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് മാച്ച് ഫിക്സിങ്ങിനെ കുറിച്ച് അല്ലല്ലോ. സർക്കാരിന്റെ കോർട്ടിലാണ് പന്ത്. സർക്കാരിന് ഇനി ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുത്ത് അതെങ്ങനെ കർഷകരെ സർക്കാരിന്റെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ കോട്ടയിൽ എങ്ങനെയാവുന്നത്? പന്ത് എങ്ങനെയാവുന്നത്? കർഷകർ പറയുന്നു ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നാണ് ഉറപ്പ് വേണ്ടത്, കോടതിയിൽ നിന്നല്ല. കാരണം ഇത് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്, ഇത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ്. നയം മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് കർഷകരുടെ നിലപാട്. അപ്പൊ സർക്കാരാണ് തീരുമാനം പറയേണ്ടത്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.